ശ്രീ ജേക്കബ് ജോർജ്. കോൺഗ്രസിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇതൊക്കെ കേവല സാങ്കേതികത്വം എന്നുള്ളതിനപ്പുറത്ത് ഡിജിറ്റൽ മീഡിയ സെൽ ഉണ്ടോ ഇല്ലയോ? ഇന്നലെ സതീശൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം അറിയില്ല എന്നുള്ളതാണ്. ഇന്ന് സണ്ണി ജോസഫ് വ്യക്തത വരുത്തുന്നു, ഡിജിറ്റൽ മീഡിയ സെൽ ഉണ്ട്, അത് ഒരു കൂട്ടം പ്രൊഫഷണലുകളാണ് കോൺഗ്രസിന് വേണ്ടി നടത്തുന്നത്, അതിന്റെ ചുമതലയിൽ VT ബൽറാം തുടരുകയാണ് എന്ന് പറയുന്നു. അതേസമയം തന്നെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ചും VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ കോൺഗ്രസ് അനുഭാവികളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മറ്റ് പ്രചരണ സംവിധാനങ്ങളൊക്കെ പ്രൊഫൈൽ സൂക്ഷിച്ചിട്ടുള്ള സൈബർ വാരിയേഴ്സിന്റെ ഭാഗത്തുനിന്ന് വലിയ ആക്രമണവും ഉണ്ടാവുന്നു. എന്താണ് പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്? അഭിലാഷ്, പുകഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ന് പറയുമ്പോൾ പുകയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പുകയുടെ ഉറവിടം നമുക്കൊക്കെ ഊഹിക്കാമെങ്കിലും അതിൻ്റെ ഉറവിടമോ അതിനകത്ത് തീപ്പൊരിയോ തീയോ തീപ്പന്തമോ പുറത്ത് കാണുന്നില്ല. പക്ഷേ അകത്ത് കാര്യമായിട്ട് സംഭവം ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന തരത്തിൽ നടക്കുന്നുണ്ട്. അത് പെട്ടെന്ന് അങ്ങോട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നത്തെ സ്ഥിതിക്ക് നമ്മൾ കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് VD സതീശനെതിരെ ശക്തമായ ഒരു നീക്കം സൈബർ പോരാളികളിൽ നിന്ന്, കോൺഗ്രസിൻ്റെ സൈബർ പോരാളികളിൽ നിന്ന് നടക്കുന്നുണ്ട്. അതാണതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അത് പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങേയറ്റം ക്രിട്ടിക്കലായിട്ടുള്ള, അങ്ങേയറ്റം സങ്കീർണമായിട്ടുള്ള വിഷയമാണത്. അതിൻ്റെ ഔട്ട്കം എന്ത് വരും? അതിനെ VD സതീശൻ അതിജീവിക്കുമോ, അതോ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെടുമോ, KPCC നേതൃത്വം ഇടപെടുമോ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ വളരെ ശക്തമായ ആക്രമണം, VD സതീശനെതിരെ ആക്രമണം നടത്തിയിട്ട് 2 ദിവസമായി ആക്രമണം തുടങ്ങിയിട്ട് VD സതീശൻ അതേക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു എന്നല്ലാതെ അതിനെതിരെ ഒരു നീങ്ങാനുള്ള ശക്തി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണെന്ന് ഓർക്കണം. VD സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ 1 വർഷത്തിനപ്പുറം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകേണ്ട ആളാണ് VD സതീശൻ. പണ്ടൊക്കെ നമുക്കറിയാമല്ലോ, K കരുണാകരൻ മുതൽ ഇങ്ങോട്ട്, അതിന് മുമ്പത്തെ കാര്യം വിട്, K കരുണാകരൻ മുതൽ ഇങ്ങോട്ട് ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കന്മാർക്കെതിരെ കോൺഗ്രസിൻ്റെ പാളയത്തിൽ നിന്ന് ഇതുപോലൊരു നീക്കം നടക്കുമോ? ആ നീക്കം, അങ്ങനെ ഒരു നീക്കം നടന്നാൽ അവരൊക്കെ പാർട്ടിയിലുണ്ടായിരിക്കുമോ? അവരൊക്കെ പാർട്ടിയുടെ പരിസരത്ത് കാണുമോ? നിസ്സഹായതയാണോ VD സതീശനുള്ളത് എന്ന് ചോദ്യം ഉയരുന്നുണ്ട് എന്ന് മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു.